ഹലോ ഗൈസ്, വെൽക്കം ടു സു കിച്ചൻ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് റൊട്ടി നിറച്ചതാണ്. അതോടൊപ്പം തന്നെ ചിക്കൻ മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിക്കുക. ഇനി ഒരു പാൻ അടുപ്പ് വെച്ച് അതിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ചേർത്തതിന് ശേഷം മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുക. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ നന്നായി ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു ബന്നെടുത്ത് അത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ അതിന് ഒരു ദ്വാരം ഉണ്ടാക്കിയെടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ മസാല കുറച്ച് ചേർത്ത് അതിനുശേഷം വേവിച്ച മുട്ടയെ നമ്മൾ 2 കഷ്ണങ്ങളാക്കിയാണ് മാറ്റിയത്. അതും കൂടി ചേർത്ത് വീണ്ടും മസാലയും കൂടി ചേർക്കുക. അങ്ങനെ നമ്മുടെ ബണ്ണിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി 2 മുട്ട, 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും അല്പം പാലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ബന്നിലേക്ക് നമ്മൾ മാറ്റിവെച്ച റൊട്ടിയിൽ നിന്നും നേരത്തെ മുറിച്ച് മാറ്റിയ ബ്രെഡിൽ നിന്നും അല്പം എടുത്ത് കവർ ചെയ്ത് വെക്കുക. ഇനി ബാറ്ററിൽ നമ്മൾ നന്നായി മുക്കി അതൊരു പാൻ ചൂടാക്കി അടുപ്പിൽ വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. റൊട്ടിയുടെ എല്ലാ വശത്തും മുട്ടയുടെ മിക്സ് സ്പ്രെഡ് ചെയ്യാൻ മറന്നു പോകരുത്. എന്നിട്ട് നന്നായി ടോസ്റ്റ് ചെയ്തെടുക്കുക. അല്പം ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മറിച്ച് എല്ലാ വശവും നന്നായി മറിച്ചിട്ട് ഒരു ബ്രൗണിഷ് കളർ അടിക്കുന്നത് വരെ നോക്കാം. അപ്പോഴേക്കും ഇത് സെറ്റായിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ റൊട്ടി നിറച്ചത് അഥവാ ചിക്കൻ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.